ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളെ കുറിച്ചിട്ടാണ്. എന്താണ് ഭിന്നസംഖ്യകൾ? നമ്മൾ സംഖ്യകളെക്കുറിച്ച് പഠിച്ച സമയത്ത് തന്നെ ഭിന്നസംഖ്യകൾ എന്താണെന്ന് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. എന്താണ് ഈ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്? P/Q രൂപത്തിൽ എഴുതാൻ പറ്റാവുന്നതും ക്യൂവിൻ്റെ വില 0 അല്ലാത്തതുമായ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭിന്നസംഖ്യകളെന്ന് പറയുന്നത്. അപ്പോൾ ഭിന്നസംഖ്യകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? P/Q രൂപത്തിൽ എഴുതാവുന്ന സംഖ്യകളായിരിക്കണം. പിന്നെ എന്താണ്? ക്യൂവിൻ്റെ വില എന്തായിരിക്കരുതും? 0 ആകാൻ പാടില്ല. ഇത്തരം സംഖ്യകളെയാണ് നമ്മൾ എന്ന് പറയുന്നത്? ഭിന്നസംഖ്യകളെന്ന് പറയുന്നത്. ഇവിടെ Pനെ നമ്മൾ എന്താ പറയുക? അംശം അഥവാ ന്യൂമറേറ്റർ എന്ന് പറയും. ക്യൂവിനെ എന്താണ് പറയുക? ഛേദം അഥവാ ഡിനോമിനേറ്റർ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഭിന്നസംഖ്യകൾ എന്താണെന്ന് മനസ്സിലായി. P/Q രൂപത്തിൽ എഴുതാൻ പറ്റാവുന്നതും ഛേദത്തിൻ്റെ വില 0 അല്ലാത്തതുമായ സംഖ്യകളായിരിക്കും എന്തെന്ന് പറയുന്നത്? ഭിന്നസംഖ്യകളെന്ന് പറയുന്നത്. ഭിന്നസംഖ്യകളെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. എൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എഴുതി പോരുക. ഒന്നാമത്തേത് സാധാരണ ഭിന്നം. ഇവർ ഇംഗ്ലീഷിൽ എന്ത് പറയും? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഹായ് നിമി. അടുത്തത് രണ്ടാമത്തെ എന്താണ്? വിഷമ ഭിന്നം. ഇനി ഇംഗ്ലീഷിൽ എന്ത് പറയും? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. മൂന്നാമത്തെ എന്താണ്? മിശ്ര ഭിന്നം. ഇവയെ ഇംഗ്ലീഷിൽ എന്ത് പറയും? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ പെട്ടെന്നൊന്ന് എഴുതിയെടുത്തേ. ഭിന്നസംഖ്യകളെ നമ്മൾ എത്രയായി തിരിച്ചിരിക്കുന്നു? 3ആയിട്ട് തരം തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം. ഓക്കെ അല്ലേ? എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. അടുത്തത് എന്താണ് സാധാരണ ഭിന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. 4/9. അതായത് അംശത്തിൻ്റെ വില ചെറുതും ഛേദത്തിൻ്റെ വില വലുതുമായ ഭിന്നസംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. അടുത്തത് വിഷമ ഭിന്നം. എന്താണ്? ഇതിൻ്റെ നേരെ റിവേഴ്സ്. എന്ത് പറയും? 9/4. എന്താണ്? അംശത്തിൻ്റെ വില വലുതും ഛേദത്തിൻ്റെ വില ചെറുതുമായ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഷമ ഭിന്നം എന്ന് പറയുന്നത്. വിഷമ ഭിന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അംശത്തിൻ്റെ വില വലുതും ഛേദത്തിൻ്റെ വില ചെറുതുമായ സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിഷമ ഭിന്നം എന്ന് പറയുന്നത്. മിശ്ര ഭിന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്ന് വരുന്ന രൂപമാണ് മിശ്രഭിന്നം. മിശ്രഭിന്നത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന എന്തിനെയാണ്? വിഷമ ഭിന്നത്തിനെയാണ് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരുന്നത്? മിശ്രഭിന്നത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വിഷമ ഭിന്നത്തിനെ നമുക്ക് എങ്ങനെയാണ് മിശ്രഭിന്നത്തിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. 9നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എനിക്കിവിടെ എത്ര കിട്ടി? 2 കിട്ടി. 8 റിമൈൻഡർ 1. അപ്പോൾ കാണാമല്ലോ. ഓക്കെ. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ എഴുതണ്ടേ? ഹരണഫലത്തിന് എവിടെ എഴുതണം? ഇടതുവശത്ത് എഴുതണം. ഡിവൈഡർ ഇട്ടിട്ട് താഴത്തെ എഴുതണം. ഹാരകത്തിന് എഴുതണം. ശിഷ്ടത്തിന് എവിടെ എഴുതണം? മുകളിൽ എഴുതണം. അപ്പോൾ വിഷമ ഭിന്നത്തിനെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? മിശ്രഭിന്നമാക്കി മാറ്റുന്നത്. അപ്പോൾ മിശ്രഭിന്നം എന്നാൽ എന്താണ്? ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്ന രൂപമാണ് എന്തെന്ന് പറയുന്നത്? മിശ്രഭിന്നം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഞാൻ ഒന്നുകൂടെ പറയാം. സാധാരണ ഭിന്നം. നമ്മൾ ഭിന്നത്തെ 3ആയി തരം തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് സാധാരണ ഭിന്നം, അംശം ചെറുതും ഛേദം വലുതും. രണ്ടാമത്തേത് വിഷമ ഭിന്നം, അംശം വലുതും ഛേദം ചെറുതും. മൂന്നാമത്തേത് മിശ്രഭിന്നം, ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? മിശ്രഭിന്നം എന്ന് പറയുന്നത്. പൂർണ്ണസംഖ്യ ആകുമ്പോൾ ഏതൊക്കെ ഇവിടെ വരാം? നെഗറ്റീവ് വാല്യൂവും വരാം, പോസിറ്റീവ് വാല്യൂവും വരാം. മനസ്സിലായല്ലോ? എഴുതി കഴിഞ്ഞവർ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞെങ്കിൽ വെറുതെ എസ് എന്ന് കമൻറ്റ് ചെയ്യും.
ഓക്കെ, അശ്വതി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഴുതി കഴിഞ്ഞു. അടുത്ത നമ്മൾ എന്താണ്, ഇനി ഭിന്നസംഖ്യകളുടെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇവയെ തമ്മിൽ കൂട്ടുക എന്നാണ്. അപ്പോൾ ഹെഡിങ് എഴുതിയേ, ഭിന്നസംഖ്യകളുടെ സങ്കലനം. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ തരികയാണ്. 2/5 പ്ലസ് 1/5. ഇതൊന്ന് ആഡ് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞേ. ഓക്കെ, ആൻസർ പറ, കമൻറ്റ്. എന്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഛേദങ്ങൾ രണ്ടും സെയിം ആണെങ്കിൽ എന്താ എഴുതുക, ആ ഛേദം തന്നെ എഴുതും. പിന്നെ എന്താണ്, അംശങ്ങളെ തമ്മിൽ കൂട്ടി എഴുതും. ഉത്തരം എത്രയാണ്, 3/5. അശ്വതിയുടെ ഉത്തരം കറക്റ്റാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഭിന്നസംഖ്യകൾ കൂട്ടേണ്ടി വരുമ്പോൾ ഛേദങ്ങൾ സെയിം ആണെങ്കിൽ എന്താ, ഛേദമായിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അംശങ്ങളെ തമ്മിൽ കൂട്ടി എഴുതുക. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ബബിതക്ക് 3/5, നിമ്മിക്കും 3/5. അടുത്ത ക്വസ്റ്റ്യൻ 1/8 പ്ലസ് 3/8. പെട്ടെന്ന് ആൻസർ കമൻറ്റ് ചെയ്യും. അർച്ചനയ്ക്ക് 1/2. ഓക്കെ, അശ്വതി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാതെ. ഓക്കെ, ബബിത അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇതൊന്നുകൂടെ. ഓക്കെ, ഞാൻ പറയുകയാണ്. ഇവിടെ എന്താണ്, ഛേദം സെയിം ആണ്. അതുകൊണ്ട് എന്താ, നമ്മൾ ഛേദത്തിനെ 8 എഴുതി. അംശങ്ങൾ തമ്മിൽ കൂട്ടി എഴുതാൻ പോവാണ്. 3 + 1 എത്രയാ, 4. ഉത്തരം നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, സിംപ്ലിഫൈഡ് രൂപത്തിലായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ 4നെ കൊണ്ട് നമുക്ക് 8നെ വെട്ടാലോ, എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം. അപ്പോൾ ആൻസർ എത്രയാണ്, 1/2. ഓക്കെ, എല്ലാവരുടെയും ഉത്തരം ശരിയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. 8/27 പ്ലസ് 10/27 പ്ലസ് 4/27 പ്ലസ് 5/27. ഉത്തരം എന്താണ്, പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. അർച്ചനയ്ക്ക് 1 കിട്ടി, കറക്റ്റാണ്. ബബിതയ്ക്ക് 1 കിട്ടി. ഓക്കെ, അശ്വതിക്ക് 1 കിട്ടി. നിമ്മിക്ക് 1 കിട്ടി. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഛേദം നമ്മൾ നോക്കി, ഛേദം എല്ലാം 27 അതുപോലെ തന്നെ എഴുതി. പിന്നെ എന്താ, അംശങ്ങളെ തമ്മിൽ കൂട്ടി എഴുതാൻ പോവാണ്. 18, 22, 27. 27/27 എന്ന് പറയുന്നത് എത്രയാണ്, 1. ഓക്കെ, അപ്പോൾ ഒരേ ഛേദം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാം. ഇനി അടുത്ത എന്താ, വ്യത്യസ്ത ഛേദം വരുമ്പോൾ എങ്ങനെയാണ് കണക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതുക. 1/2 പ്ലസ് 1/4 ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്തേ.
അർച്ചനയ്ക്ക് 3/4. നിമ്മിയുടെ നെറ്റ് നല്ല സ്ലോ ആണല്ലേ. അടുത്ത ക്ലാസ്സിൽ കയറുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് എയർപ്ലെയിൻ മോഡാക്കിയിട്ട് പിന്നെ മാറ്റിയാൽ മതി. അപ്പോഴത്തേക്കും കിട്ടിക്കോളും. ഇത്തിരി സ്പീഡ് ഉണ്ടാവും അത്യാവശ്യം. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. എന്താണ്? രണ്ട് സംഖ്യകളുടെയും ഛേദം വ്യത്യസ്തമാണ്. ഒന്ന് 2 ആണ്, ഒന്ന് 4 ആണ്. സാധാരണ ഇത് രണ്ട് സംഖ്യകൾ വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, LCM കാണുക. രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്, അവയുടെ LCM കാണുക. 2, 4. എങ്ങനെയാണ് LCM കാണുന്നത്? കൂട്ടത്തിൽ വലിയ സംഖ്യ എടുക്കുക. എത്രയാണ്? 4. 4 രണ്ടിൻ്റെയും ഗുണിതമാണോ എന്ന് നോക്കുക. ആണ്. അപ്പോൾ ഇവയുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 4. ഛേദമായിട്ട് എന്ത് എഴുതുക? 4 എഴുതുക. പിന്നെ എന്താ എടുക്കുക? 4 2-ൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കുക. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ ആ 2നെ കൊണ്ട് 1നെ ഗുണിക്കുക. 1 ഗുണം 2 പ്ലസ് 4 4-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 1 പ്രാവശ്യം. അപ്പോൾ എന്ത് ചെയ്യുക? 1 ഗുണം 1. 1 ഇൻറ്റു 2 എത്രയാ? 2 പ്ലസ് 1 എത്രയാ? 3. ഉത്തരം എത്ര കിട്ടി? 3/4 എന്ന് കിട്ടി. ഓക്കെ, എല്ലാവരുടെയും റൈറ്റ് ആൻസർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കോട്ടെ. മനസ്സിലായല്ലോ? വ്യത്യസ്ത ഛേദങ്ങളുടെ കണക്ക് ചെയ്യാൻ അറിയാലോ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതുക. 1/14 പ്ലസ് 1/7 പ്ലസ് 16/56 ചെയ്തിട്ട് ഉത്തരം കമൻറ്റ് ചെയ്യ്. എന്നാൽ HCFിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇട്ടിട്ട് കുറച്ച് പേരല്ലേ ആൻസർ ചെയ്തോളൂ. ബബിത ചെയ്തിട്ടുണ്ടായിരുന്നു, അശ്വതി ചെയ്തിട്ടുണ്ടായിരുന്നോ? പേര് ഞാൻ ഓർക്കണില്ല. കുറച്ച് പേരെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ സൊല്യൂഷൻസ് വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യ് പെട്ടെന്ന്, വേഗം വേഗം. അശ്വതിക്ക് 2 കിട്ടി. ചണ്ടോ അശ്വതി ഒന്നുകൂടെ ചെക്ക് ചെയ്തോളൂ കേട്ടോ ആൻസർ. അർച്ചനയ്ക്ക് 1/2. ഓക്കെ, കറക്റ്റാണ്. സുധിലാൽ 1/2. നിമ്മി 1/2. ഓക്കെ, എല്ലാവരുടെയും ഓരോ ഉത്തരം തന്നെയാണ്.
ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ എന്താണ് വ്യത്യസ്ത ഛേദങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവയുടെ എൽസിയം കാണുക. എൽസിയം കാണാനായിട്ട് എന്ത് ചെയ്യുക, കൂട്ടത്തിൽ വലിയ സംഖ്യ എടുക്കുക. എത്രയാണ് ഇത്? 56 56 7ൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. ആണ്. 56 എന്ന് പറയുന്നത് 14ൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. 14 × 4 എന്ന് പറയുന്നത് 56 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൽസിയം 56 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഛേദം എന്ന് പറയുന്നത് എത്രയാണ്? 56. ഇനി എന്ത് ചെയ്യുക, 14ൽ 56 എത്ര തവണയുണ്ടെന്ന് നോക്കുക. എത്ര തവണ? 4 തവണ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 14ൻ്റെ അംശത്തിലെ സംഖ്യയോട് 4 മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് അടുത്ത എന്ത് ചെയ്യുക, 7 56 ആകാനായിട്ട് നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്താ, 7ൻ്റെ അംശത്തിലെ 1 കൂടെ നമ്മൾ എന്ത് ചെയ്യുക, 8 മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് 56 ആകാൻ ഒരു പ്രാവശ്യം. അപ്പോൾ എന്ത് ചെയ്യുക, 56ൻ്റെ അംശത്തിലെ 16 കൂടെ നമ്മൾ എന്ത് ചെയ്യുക, 1 മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി എന്താ, ഇവ തമ്മിൽ കൂട്ടി എഴുതുക. ഒരു 4 4, 4 8 12, 12ഉം 16ഉം എത്രയാണ്? 28. 28/56 എന്ന് നമുക്ക് കിട്ടി. ഇതെന്ത് ചെയ്യണം, ഇത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഉത്തരം എഴുതണം. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 1/2. ഓക്കെ, എല്ലാവരുടെയും ശരി ഉത്തരമാണ്. നമുക്ക് മാത്സ് ചെയ്യുമ്പോൾ സ്പീഡ് വേണം, പക്ഷെ എന്താണ്, അതുപോലെ ആക്യുറസിയും വേണം. നമ്മൾ തിരക്കിട്ട് ചെയ്തിട്ട് തെറ്റിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ തരട്ടെ ഞാൻ. 1/3 പ്ലസ് 2/9 പ്ലസ് 5/6. പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക ആൻസർ. ആൻസർ വരട്ടെ. സുധിലാൽ 25/18. ഓക്കെ, സുധിലാലെ ഒന്ന് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റി ആൻസർ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇതെന്താ നെറ്റ് സ്ലോ ആയിട്ടാണോ? വേറെ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, 1 7/18 കറക്റ്റാണ്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എന്താ, ഇവയ്ക്ക് വ്യത്യസ്ത ഛേദങ്ങളാണ്. അപ്പോൾ
കൂട്ടത്തിൽ വലിയ സംഖ്യ എടുത്തു. എത്രയാണ്? 9. 9 3ൻ്റെ ഗുണിതമാണ്, പക്ഷേ 6ൻ്റെ ഗുണിതമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 9ൻ്റെ അടുത്ത ഗുണിതം എടുത്തു. എത്രയാണ്? 18. 18 എന്ന് പറയുന്നത് എന്താണ്? 3ൻ്റെ ഗുണിതവുമാണ്, 6ൻ്റെ ഗുണിതമാണ്. അപ്പോൾ നമുക്ക് LCM എത്ര കിട്ടി? 18 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഛേദമായിട്ട് എന്തെടുത്തു? 18 എടുത്തു. ഇനി എന്താണ്? 18 3ൽ എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. അപ്പോൾ 1 × 6 പ്ലസ് 18 9ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ 2 × 2 പ്ലസ് ഇനി 18 6ൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പോൾ എന്താ? 3 × 5. എന്ത് ചെയ്യുക? ഇവർ തമ്മിൽ ആഡ് ചെയ്യുക. 6 4 10, 10ഉം 15ഉം എത്രയാണ്? 25. ഉത്തരം എത്ര കിട്ടി? 25/18. നമുക്ക് മിക്കവാറും ഈ വിഷമ ഭിന്നത്തിൽ ഉത്തരം പൊതുവേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറില്ല. നമ്മൾ എന്തെടുക്കണം? ഇതിനെ എന്ത് ചെയ്യണം? മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. ഞാൻ പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് മാറ്റേണ്ടത്. 25നെ എന്ത് ചെയ്യുക? 18 കൊണ്ട് ഹരിക്കുക. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 18 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. ഹരണഫലത്തെ എവിടെ എഴുതുക? ഇടതുവശത്ത് എഴുതുക. ഹാരകത്തിനെ താഴെ എഴുതുക. ശിഷ്ടത്തിനെ എവിടെ എഴുതുക? മുകളിൽ എഴുതുക. ഉത്തരം എത്ര കിട്ടി? 1 7/18 എന്ന് കിട്ടി. ഓക്കെ, എല്ലാവർക്കും ഈ ആൻസറിലേ കിട്ടിയേ? ഒന്ന് കമൻറ്റ് ചെയ്തേ എല്ലാവരും. നെറ്റ് പോയോ? എന്താണ് പ്രശ്നം? സുധിലാലിൻ്റെ കമൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി. നിമ്മി, ബബിത, അർച്ചന, അശ്വതി, എല്ലാവരും ഇവിടെ. ഒന്ന് കമൻറ്റ് ഇട്ടേ നിങ്ങൾ. ആ കിട്ടി. ഓക്കെ, അർച്ചനയ്ക്ക് കിട്ടിയ ആൻസർ. കമൻറ്റ് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കരുതി ഇനി എൻ്റെ നെറ്റ് പോയോ എന്ന് അറിയാനായിട്ടാ. ഓക്കെ, മറ്റുള്ളവരൊക്കെ എന്തേ? ഓക്കെ, അപ്പോൾ ഭിന്നസംഖ്യകളെ കൂട്ടാൻ പഠിച്ചല്ലോ. ഛേദം ഒരുപോലെ വന്നാലും വ്യത്യസ്ത ഛേദം വന്നാലും എങ്ങനെയാണ് ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? നമുക്കിനി എന്താ? ഭിന്നസംഖ്യകളെ തമ്മിൽ എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് നോക്കാം. ഹെഡിങ് എഴുതുക: ഭിന്നസംഖ്യകളുടെ വ്യവകലനം. ഓക്കെ, ഇതാ എങ്ങനെ എഴുതാ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതുക: 4/7 - 3/7. നിമ്മിയുടെ ഉത്തരവും വന്നിട്ടുണ്ട്. 7/18 കിട്ടി. കറക്റ്റ് ഉത്തരമാണ്. നെറ്റ് പ്രോബ്ലം. ഓക്കെ, മനസ്സിലായി. എല്ലാവരും പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ആൻസർ വരാൻ താമസം. കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്ത് വിട്ടോ. ഓക്കെ, ഇതാ നമ്മൾ ഭിന്നസംഖ്യകളെ കുറയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഇതെന്താണ്? നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമ്മൾ സ്വീകരിച്ച അതേ മെത്തേഡ് തന്നെയാണ്. ചെയ്തു നോക്കുക, എന്നിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ആൻസർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. നമ്മൾ കൂട്ടുമ്പോൾ ഉള്ള അതേ നിയമം തന്നെയാണ് കുറയ്ക്കാനും ഉള്ളത്. അർച്ചനയ്ക്ക് 1/7 കിട്ടി. ആദ്യം ആൻസർ കമൻറ്റ് ചെയ്തു. ബബിതയ്ക്ക് 1/7, നിമ്മിക്ക് 1/7. ഓക്കെ, എല്ലാവർക്കും സെയിം ആൻസർ തന്നെയാണ്. എന്താണ്? കൂട്ടുമ്പോൾ നമ്മൾ ഉപയോഗിച്ച അതേ നിയമം തന്നെയാണ്. ഛേദം സെയിം ആണെങ്കിൽ എന്താ? ഛേദമായിട്ട് എഴുതുക. പിന്നെ എന്താ? അംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എഴുതുക. 4 - 3 എത്രയാണ്? 1. അശ്വതിക്കും ഉത്തരം കിട്ടി. എല്ലാവർക്കും ഒരേ ഉത്തരം തന്നെയാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്.
11/12 മൈനസ് 5/12. ഓക്കെ, ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. അശ്വതിക്ക് 1/2. വെരി ഗുഡ്. അർച്ചനയ്ക്കും 1/2. ഓക്കെ, ഒരേ ഛേദമാണ്. അപ്പോൾ നമ്മൾ എന്തെടുത്തു? ഛേദം സെയിം ആക്കി എഴുതി. പിന്നെ എന്താ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടി? 11 - 5 എത്രയാ? 6. ഇതിനെന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്താണ്. എത്ര കിട്ടി? 1/2. ഓക്കെ, നിയമം സെയിം ആയതുകൊണ്ട് നമ്മൾ നേരെ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. എന്താണ്? വ്യത്യസ്ത ഛേദങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. 1/2 മൈനസ് 1/4 ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അർച്ചനയ്ക്ക് 1/4. അശ്വതിക്ക് 1/4. ബബിതയ്ക്ക് 1/4. ഓക്കെ, സുധിലാലും നിമ്മി എന്തേ കമൻറ്റ് ചെയ്. ഓക്കെ, ഇവിടെ എന്താണ്? വ്യത്യസ്ത ഛേദങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്ത? കൂട്ടാനെടുത്ത സമയത്ത് ചെയ്ത അതേ നിയമം തന്നെയാണ്. എന്താണ്? ഇവയുടെ എൽസിയം കാണുക. 2, 4 എൽസിയം എത്രയാണ്? 4 ഇനി എന്ത് ചെയ്യുക? 2 4 ആകാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്താ? 1 × 2 മൈനസ് 1 × 1 എത്ര കിട്ടി? 2 - 1 എത്രയാ? 1/4. ഓക്കെ, ഉത്തരം എത്ര കിട്ടി? 1/4 എന്ന് കിട്ടി. അപ്പോൾ ഇനി എന്താണ്? നമ്മളിത് അധികം കൂടുതൽ ചെയ്യണ്ട. കൂട്ടാൻ ഉപയോഗിക്കുന്ന അതേ നിയമം തന്നെയാണ് കുറയ്ക്കാനും എടുക്കുന്നത്. നമുക്ക് നേരെ ഇനി ഗുണനത്തിലേക്ക് പോകാം. നിമ്മിക്ക് 1/4 കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതുക, ഭിന്നസംഖ്യകളുടെ ഗുണനം. ഒരു ക്വസ്റ്റ്യൻ എഴുതുക. 1/2 ഗുണം 1/3. ഓക്കെ, എന്താണ്? ഭിന്നസംഖ്യകൾ ഗുണിക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുക? അംശങ്ങളെ തമ്മിൽ ഗുണിച്ച് അംശമായിട്ടും ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായിട്ടും എഴുതുക. അല്ലെങ്കിൽ എന്താണ്? ചില സമയത്ത് അംശത്തിലും ഛേദത്തിലും പൊതു ഘടകങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന സിംപ്ലിഫൈഡ് ഫോം എവിടെ എഴുതണം? ഉത്തരമായിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 1 × 1 എത്രയാ? 1 ഡിവൈഡഡ് ബൈ 2 × 3 എത്രയാണ്? 6. ആൻസർ എത്ര കിട്ടും? 1/6.
ഓക്കെ, ഇത് കഴിഞ്ഞവർ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ തരാം. സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ക്ലിയർ ആകുന്നില്ലെങ്കിൽ. കഴിഞ്ഞവർ എസ് എന്ന് കമൻറ്റ് ചെയ്യ്, വേഗം വേഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2/5 ഗുണം 10/6. ആൻസർ കമൻറ്റ് ചെയ്യുക ചെയ്തിട്ട്. നിമ്മിക്ക് 1/6 കിട്ടി. ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ നിമ്മി. അർച്ചനയ്ക്ക് 2/3. അശ്വതിക്ക് 2/3. ശ്രുതിക്ക് 2/3. ബബിതയ്ക്ക് 2/3. ഓക്കെ അല്ലേ? ഇതാ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക. 5 കൊണ്ട് 10നെ വെട്ടാം. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. ഈ 2 കൊണ്ട് 6നെ വെട്ടാലോ? എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഫൈനൽ ആൻസർ എത്ര കിട്ടി? 2/3. ഓക്കെ, എല്ലാവരുടെയും കറക്റ്റാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 3/7 ഗുണം 14/9 ഗുണം 27/42 ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിമ്മിക്ക് 2/3 കിട്ടി. ഉത്തരം കിട്ടിയില്ലേ? വേഗം കമൻറ്റ്. എനിക്ക് മനസ്സിലായി 1/6 നേരത്തെയാണ്. അത് കുഴപ്പമില്ല, നീ എന്തായാലും അറ്റൻഡ് ചെയ്തു പോ ക്ലാസ്. ഇതിൻ്റെ ഉത്തരം ആരും കമൻറ്റ് ചെയ്തില്ലല്ലോ, പെട്ടെന്ന് കമൻറ്റ് ചെയ്. 3/7 ഇൻറ്റു 14/9 ഇൻറ്റു 27/42. അർച്ചന വെട്ടിക്കളയാന്നൊക്കെ വെട്ടിക്കളയി.
നമുക്ക് ഇവിടെ തന്നെ വെട്ടിക്കളയാമെങ്കിൽ വെട്ടിക്കളയുക. അവസാനം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു സംഖ്യ വരും, നമുക്ക് തന്നെ തലവേദനയായി പോകും. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. 7 കൊണ്ട് നമുക്ക് 14 ക്യാൻസൽ ചെയ്യാമല്ലോ. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 3 കൊണ്ട് 9 വെട്ടിക്കളയാലോ. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഈ 3 കൊണ്ട് 27 വെട്ടിക്കളയാലോ. എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. ഇനി എന്ത് ചെയ്യുക? ഈ 2 കൊണ്ട് നമുക്ക് എന്തിനെ വെട്ടിക്കളയാം? 42 എത്ര പ്രാവശ്യം ചെയ്യാം? 21 തവണ. 9 ഒരു 3 ഉണ്ട്, 21 ഒരു 3 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് വെട്ടാം. 9 3 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. 21 നമ്മൾ 3 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 3/7. ഓക്കെ, ഇതാണോ എല്ലാവർക്കും കിട്ടിയേ? ഇതാണെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യും. ത്രീ ബൈ 7 കറക്റ്റാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ നമുക്കിത് ബബിതക്ക് 3/7 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 3/7 കിട്ടിയവരെല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യും. ഓക്കെ, നിമ്മി 11 into 9/7 into 33/36. ത്രീ ബൈ 14. അർച്ചനയ്ക്ക് ആൻസർ കിട്ടി 3/14. അശ്വതിക്ക് 3/14. ബബിതക്ക് 3/14. ശ്രുതിക്ക് 3/14. എല്ലാവരുടെയും സെയിം ആൻസർ തന്നെയാണ്. അപ്പോൾ എന്താ, നമുക്ക് ചെയ്തു നോക്കാം. 11 കൊണ്ട് 33 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. നിമ്മിക്കും 3/14 കറക്റ്റാണ്. ഇനി എന്താ, 9 കൊണ്ട് 36 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. ഈ 2 കൊണ്ട് 4 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം.
മിച്ചം എന്തുണ്ട്? 3/14. ഓക്കെ അല്ലേ? ഗുണനം ഡൗട്ട് അല്ലല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിനി അടുത്ത എന്താണ്? ഹരണത്തിലേക്ക് പോകാം. എഴുതുക ഭിന്നസംഖ്യയുടെ ഹരണം. ഹെഡിങ് കൊടുക്കുക ഭിന്നസംഖ്യകളുടെ ഹരണം. ഒരു ക്വസ്റ്റ്യൻ എഴുതുക. 2/5 ഡിവൈഡഡ് ബൈ 1/5. ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഭിന്നസംഖ്യകളെ ഹരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവയുടെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക അല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യുക? 2/5 അതുപോലെ തന്നെ എഴുതുക. ഇനി എന്താ? ഈ 1/5ൻ്റെ വ്യുൽക്രമം എടുക്കുക. 1/5ൻ്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് എത്രയാണ്? 5. അപ്പോൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഗുണിക്കുക. ഈ 5ഉം ഈ 5ഉം തമ്മിൽ ക്യാൻസലായി പോകും. ഉത്തരം എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കേണ്ടി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവയുടെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അർച്ചനയ്ക്ക് 2 കിട്ടി. കറക്റ്റ് ആൻസർ ആണ്. സോറി, 4/25 ഡിവൈഡഡ് ബൈ 36/125. ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തേ എല്ലാവരും. അശ്വതിക്ക് 5/9 എന്ന് ഉത്തരം കിട്ടി. ബബിതക്ക് 5/9 കിട്ടി. അർച്ചനയ്ക്ക് 5/9 കിട്ടി. ഓക്കെ, ഞാൻ ചെയ്തോട്ടെ. എന്ത് ചെയ്യുക? ഇവയുടെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 4/25 ഗുണം ഇതിൻ്റെ വ്യുൽക്രമം എടുക്കുമ്പോൾ എങ്ങനെ വരും? 125/36. 4 കൊണ്ട് 36നെ വെട്ടിക്കളയാലോ? എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 25നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 125 കിട്ടുക. അപ്പോൾ ഇത് തമ്മിൽ വെട്ടിപ്പോയി എത്ര കിട്ടി? 5 കിട്ടി. ഉത്തരം എത്ര കിട്ടി? 5/9. ഓക്കെ, ഇനി ഹരണത്തിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണോ അതോ അടുത്ത പാർട്ടിലേക്ക് പോകണോ? ഹരിക്കാൻ സിമ്പിളായിട്ട് കിട്ടണല്ലേ? എളുപ്പമല്ലേ ഹരിക്കാൻ? ഭിന്നസംഖ്യകളുടെ ഹരണം എളുപ്പമല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോകാം. പൊക്കോട്ടെ? പോകാമെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യും.
അടുത്ത പാർട്ടിലേക്ക് പോയിക്കോട്ടെ. യെസ്, ഓക്കെ. നമുക്ക് ഇനി എന്ത് ചെയ്യാം, മിശ്രഭിന്നങ്ങളെ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുന്നത്, അതായത് മിശ്രഭിന്നത്തിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾക്ക് നോക്കാം. എങ്ങനെയാണ് ആദ്യം ഒരു പൂർണ്ണസംഖ്യയായിട്ട് മിശ്രഭിന്നം എങ്ങനെയാണ് കൂട്ടുന്നത്, പിന്നെ ഒരു ഭിന്നസംഖ്യയായിട്ട് മിശ്രഭിന്നം എങ്ങനെയാണ് കൂട്ടുന്നത്, പിന്നെ മിശ്രഭിന്നവും തമ്മിൽ എങ്ങനെയാണ് കൂട്ടുന്നത്, അവ ഗുണിക്കുന്നത്, ഹരിക്കുന്നത്, കുറയ്ക്കുന്നത് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മിശ്രഭിന്നം ഒന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. 2 1/4 എന്ന് ഞാൻ ഇവിടെ എഴുതി. ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 + 1/4 ആണോ 2 × 1/4 ആണോ? ഇതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 1 എന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ 2 എന്ന് കമൻറ്റ് ചെയ്യുക. അശ്വതി 1 കമൻറ്റ് ചെയ്തു, അർച്ചന 1 കമൻറ്റ് ചെയ്തു. ശ്രുതി 1 എന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ, ബബിതയുടെ അഭിപ്രായം എന്താ? ഓക്കെ, 1. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ്. 2 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 2 + 1/4 എന്നാണ്. കൂടുതൽ ആൾക്കാരും തെറ്റിച്ച് ഈ 2 × 1/4 ആണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ 2 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 2 + 1/4 എന്നാണ്. ഓക്കെ, നമുക്കപ്പോൾ ഒരു പൂർണ്ണസംഖ്യയെ എന്ത് ചെയ്യുക, ഒരു മിശ്രഭിന്നവുമായിട്ട് എങ്ങനെയാണ് കൂട്ടണമെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2 + 5 1/4. നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ഞാൻ പറയാം. എന്തായി, കമൻറ്റ് ചെയ്യ് വേഗം. ഞാൻ പറയട്ടെ എന്നാൽ. നിങ്ങൾ ഇതിനെ എന്താണ് വിഷമ ഭിന്നാക്കാൻ നിൽക്കണ്ട. സാധാരണഗതിയിൽ എന്താ ചെയ്യുക, എല്ലാവരും 2+ പിന്നെ ഇതിന് എന്ത് ചെയ്യുക, 5 × 4 20 + 1 21/4 എന്ന് എഴുതിയിട്ട് അവസാനം ഒരു ആൻസർ പറയും. അപ്പോൾ ആ രീതിയിൽ ചെയ്യണ്ട, നമുക്ക് അതിലും എളുപ്പമായിട്ട് ചെയ്യാം. നിങ്ങൾ പിന്നെ ഇത് വിഷമ ഭിന്നാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും അതിനെ മിശ്ര ഭിന്നാക്കാനായിട്ട് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ച റൂളൊന്ന് ഇവിടെ അപ്ലൈ ചെയ്യുക. എത്രയാണ്? 2+ ഈ 5 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 5 + 1/4 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 2 + 5 എത്രയാ? 7 + 1/4. ഈ 7 + 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 7 1/4. ഇപ്പോൾ അശ്വതിക്ക് കിട്ടി 29/4. അതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ ഉത്തരം കിട്ടും? 7 1/4 എന്ന് കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ 2 + 5 1/4 എന്ന ഫോമിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പൂർണ്ണസംഖ്യകൾ തമ്മിൽ അങ്ങ് കൂട്ടുക. എത്രയാണ്? 2 + 5 7 എന്ന് എഴുതുക. പിന്നെ എന്താ, ആ ഫ്രാക്ഷൻ വാല്യൂ എടുത്ത് വലതുവശത്ത് എഴുതുക. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിവിടെ ഇതിനെ വിഷമ ഭിന്നാക്കാനായിട്ടൊന്നും പോകണ്ട, അത് നമ്മുടെ സമയം കുറേ പോയി കിട്ടും. വിഷമ ഭിന്നാക്കിയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും അതിനെ മിശ്ര ഭിന്നാക്കാനായിട്ട് നമ്മൾ മെനക്കെടേണ്ടി വരും. ഓക്കെ, ശ്രുതിക്ക് മനസ്സിലായി? ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായോ? ഓക്കെ, നിമ്മിക്ക് 29/4. മിക്സഡ് ഫ്രാക്ഷനിലായിരിക്കണം കേട്ടോ നമ്മുടെ ആൻസർ വേണ്ടതേ. ഓക്കെ, മനസ്സിലായെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. 11 + 13 11/27. ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യുക. – 11/27. അർച്ചനക്ക് കിട്ടി, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ബബിതക്ക് കറക്റ്റ് ആണ്. ശ്രുതിക്ക് കിട്ടി, അശ്വതിക്ക് കിട്ടി. എല്ലാവർക്കും സെയിം ആൻസർ തന്നെയാണ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുക, നമുക്ക് നോക്കി തന്നെ ഉത്തരം പറയാം. എന്ത് ചെയ്യുക, ഇവരെ തമ്മിൽ അങ്ങ് കൂട്ടുക. 11 + 13 എത്രയാ? 24. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ വ്യക്തമാക്കി ഒന്നുകൂടെ എഴുതുകയാണ്. 11 + 13 + 11/27. ഇതിനെങ്ങനെ എഴുതാം? 11 + 13 എത്രയാ? 24 + 11/27. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 24 11/27. ഓക്കെ, ഇന്നത്തെ നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം. അടുത്തത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം തീരൂല. അപ്പം ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മിണ്ടാതിരിക്കാതെ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഓക്കെ, അശ്വതിക്ക് ക്ലിയറായി, നിമ്മിക്ക് ക്ലിയറായി. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ PSCയുടെ ഒരു പത്രക്കുറിപ്പ് ഇട്ടായിരുന്നു. എല്ലാവരും വായിച്ചായിരുന്നോ? ഫെബ്രുവരിയിലായിരിക്കും മിക്കവാറും നമ്മുടെ എക്സാം ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഫെബ്രുവരി തള്ളിപ്പോയെന്ന് വെച്ച് നിങ്ങൾ പഠിക്കാതിരിക്കുകയൊന്നും വേണ്ട. നമ്മളെന്താണ് നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ HCFൻ്റെ വീഡിയോ സൊല്യൂഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെ കാണുക. പിന്നെ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. ഞാൻ ആ HCFൻ്റെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അതിൽ 2 പേരെങ്ങണ്ടൊക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് എന്തെങ്കിലുമൊക്കെ വർക്ക് വരുമ്പോൾ അതൊന്ന് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ആ പഠിച്ചതൊന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അന്നത്തെ ക്വസ്റ്റ്യൻ ഇത്തിരി ടഫായിരുന്നു, എന്നാലും നമ്മളൊന്ന് ശ്രമിക്കുക ചെയ്യാനായിട്ട്, എങ്കിലേ നമ്മുടെ പോരായ്മകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച 3 മണിക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുമല്ലോ. നമുക്കപ്പോൾ അന്ന് ഈ മിശ്രഭിന്നം കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് PSC ഭിന്നസംഖ്യകളുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം വെച്ചിട്ട് ഒരു ക്ലാസ് ആയിരിക്കും അതിൻ്റെ അടുത്ത ക്ലാസ്. ഒന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് കുറച്ച് ക്ലാസ് മിസ്സായതുകൊണ്ട് മിക്കവാറും വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച ചിലപ്പോൾ ഒരു ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് അസൗകര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ വെള്ളി ശനി അടുപ്പിച്ച് ക്ലാസ് വരുന്നതിൽ? എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അടുപ്പിച്ച് ക്ലാസ് വന്നാൽ? നമുക്ക് ഒരു 3 ക്ലാസ് പോയിട്ടുണ്ട്, അപ്പോൾ ആ ക്ലാസ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതനുസരിച്ച് ഗ്യാപ്പ് ഇട്ടെടുക്കാം. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ വെള്ളിയാഴ്ച 3 മണിക്ക് എല്ലാവരെയും കാണാം. 3 മണിക്ക് കേട്ടോ. 3 മണിക്ക് കൊണ്ട് നമുക്ക് ഭിന്നസംഖ്യകൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പഠിക്കുക. 3 മണിക്ക് തന്നെ, വെള്ളിയാഴ്ച 3 മണിക്ക്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. നമ്മുടെ ഇങ്ങനൊരു ചാനലുണ്ട്, കയറി കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, എന്നാലേ ബൈ.